നമ്മുടെ ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവൻ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നെരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷ അയച്ചുകൊണ്ട് ഇരുന്നവൻ എന്ന് അറിഞ്ഞ് അവനെ സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായിത്തീർന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദൈവവചനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഓരോ വചന കേൾവിയും ഞങ്ങളെ തിരുസന്നിധിയിലേക്ക് അടുപ്പിക്കുകയും തിരുകൃപയ്ക്കനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുകയും ചെയ്യുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ, അല്പസമയം ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിന് അങ്ങ് ഞങ്ങൾക്ക് സാവകാശത്തിനായി സ്തോത്രം. അവിടുന്ന് കൂടെ ഇരിക്കണമേ, വഴി നടത്തണമേ, നിന്നിൽ ആശ്രയിപ്പാൻ സഹായിക്കണമേ. യേശു മിശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. അപ്പോസ്തലന്മാർ തങ്ങളുടെ യാത്രയിൽ കർത്താവിൻ്റെ പാത പിന്തുടർന്നവരാണ്. പ്രാർത്ഥന പാർട്ടിസിപ്പേഷനിലേക്ക് വഴി നടത്തുന്ന പ്രാർത്ഥനാ വഴിയിലെ ആരാധനയും കൂട്ടായ്മയും ഈ ഭാഗത്ത് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് നമുക്ക് സാധിക്കുന്നു. മുടന്തനായ ഒരു മനുഷ്യൻ സൗഖ്യമാക്കി എന്നുള്ളത് മാത്രമല്ല, ഈ ഭാഗം വിശദീകരിക്കുന്നത് ഹൗ ദ ചർച്ച് പ്രേയേഴ്സ്, സഭ എങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഹൗ ദ ചർച്ച് സീസ്, സഭ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ കാണേണ്ടത്. വാട്ട് ദ ചർച്ച് ഗിവ്സ്, സഭ എന്താണ് നൽകുന്നത്. വേർ ദ ചർച്ച് ഗാദേഴ്സ്, എങ്ങനെയാണ് സഭ കൂട്ടായ്മ ആചരിക്കുന്നത്. അപ്പോസ്തോലിക് റൂട്ടഡ്നെസ്, അപ്പോസ്തോലിക അടിസ്ഥാനം. ആദിമ സഭയുടെ യാത്ര തുടങ്ങുന്നത് അപ്പോസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. അപ്പോസ്തോലിക് ജേണി ബിഗിൻസ് ഹിയർ. അപ്പോസ്തോലൻ എന്നാൽ അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. പിതാവിനാൽ അയക്കപ്പെട്ട പുത്രനും പുത്രനാൽ അയക്കപ്പെട്ട അപ്പോസ്തോലന്മാരുമാണ് സഭയുടെ നട്ടെല്ല്. അതിൻ്റെ തുടർച്ചയാണ് സഭ. എല്ലാ കൂദാശകളിലും ആരാധനകളിലും നിത്യാവിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുപറയുന്നു, കാതോലികവും അപ്പോസ്തോലികവും ഏകവും വിശുദ്ധവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഭ അപ്പോസ്തോലികമാണ്. അപ്പോസ്തോലന്മാരായ പത്രോസും യോഹന്നാനും 9-ാം മണിനേരത്ത് പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിൽ പോകുന്നതാണ് നാം
വായിച്ചു കേട്ട വേദഭാഗത്തിലെ സന്ദർഭം. പ്രാർത്ഥനയ്ക്ക് അങ്ങനെ പ്രത്യേക സമയമുണ്ടോ? അഗതികളുടെ അമ്മയായ മദർ തെരേസ അവരുടെ അടുത്ത് ഒരു വിദേശ വനിത ഇൻ്റർവ്യൂവിനായിട്ട് വന്നു. അവർ വന്ന സമയം മദറിൻ്റെ സഹായികൾ പറഞ്ഞു, മദർ ഇപ്പോൾ പ്രാർത്ഥനയിലാണ്. കുറേ സമയം കാത്തിരുന്നപ്പോൾ പ്രാർത്ഥന പൂർത്തീകരിച്ച് മദർ ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ആളുടെ അടുത്ത് വന്നു. അപ്പോൾ അവർ ചോദിച്ചു, മദർ, അങ്ങ് വളരെയധികം ശുശ്രൂഷ ചെയ്യുന്നയാളാണ്, ഇത്രയും സമയം പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? ഈ സമയം കൂടെ ശുശ്രൂഷയ്ക്ക് മാറ്റിവെച്ചാൽ അനേക ആളുകൾക്ക് ഇത് പ്രയോജനമാകില്ലേ? മദറിൻ്റെ മറുപടി പ്രകാരമാണ്, പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കുന്ന സമയമാണ് എന്നെ പ്രവർത്തനത്തിന് സജ്ജമാക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കുന്ന സമയമാണ് എന്നെ പ്രവർത്തനത്തിന് സജ്ജമാക്കുന്നത്. ക്രിസ്തീയ ആരാധന ദേവാലയ സിനഗോഗ് ആരാധനയിലൂടെ വികാസം പ്രാപിച്ചതാണ്. അപ്പോസ്തലന്മാർ ആ കാലങ്ങളിൽ, ആദ്യകാലങ്ങളിൽ സിനഗോഗ് ആരാധനയിൽ പങ്കെടുത്തിരുന്നു എന്നും അങ്ങനെയുള്ളൊരു ആരാധനയ്ക്ക് പോകുന്ന സന്ദർഭമാണ് ഈ വേദഭാഗത്തിൽ നാം കാണപ്പെടുന്നത്. വേദപുസ്തകത്തിലെ ക്രമമനുസരിച്ച് 7 യാമങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന പ്രാർത്ഥനകളാണ് സഭ പിതാക്കന്മാർ നൽകിയിട്ടുള്ളത്. വേദപുസ്തകത്തിലെ സംഭവങ്ങൾ യാമങ്ങളോട് ചേർത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായി മനസ്സിലാക്കുന്നതിന് സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണം 3 മണി നേരത്ത് സംഭവിച്ചു എന്ന് സുവിശേഷങ്ങളിൽ രൂപപ്പെടുത്തിയിരിക്കുന്നു. പെന്തക്കോസ്ത് അനുഭവം ശിഷ്യന്മാർക്കുണ്ടാകുന്നത് 3 മണി നേരത്തെ പ്രാർത്ഥനയിലാണ്. കർത്താവിൻ്റെ ക്രൂശാരോഹണ സമയത്ത് ദേശത്ത് ഇരുട്ടുണ്ടാകാൻ തുടങ്ങുന്നത് 6 മണി നേരത്താണ്. കർത്താവും ശമരിയ സ്ത്രീയും തമ്മിൽ സംസാരിക്കുന്നത് 6 മണി നേരത്താണെന്ന് യോഹന്നാൻ്റെ സുവിശേഷൻ രേഖപ്പെടുത്തുന്നു. കൊർന്നല്യോസ് ഭവനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 6 മണി നേരത്തെ പ്രാർത്ഥനയിലാണ് പത്രോസ് ആ ദർശനം കാണുന്നത്. കർത്താവിൻ്റെ മരണം അല്ലെങ്കിൽ കർത്താവ് പ്രാണനെ വിടുന്നത് 9 മണി നേരത്താണെന്ന് സുവിശേഷൻ രേഖപ്പെടുത്തുന്നു. നാം വായിച്ചു കേട്ട മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കുന്നത് 9 മണി നേരത്തെ പ്രാർത്ഥനയിലേക്ക് പോകുമ്പോഴാണ്. പ്രാർത്ഥനയ്ക്ക് പോകുന്ന നല്ല പതിവുകൾ അപ്പോസ്തലന്മാർ പാലിക്കുന്നു. യേശുവും ശിഷ്യന്മാരും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും വേറിട്ടിരുന്ന് ദൈവത്തെ സന്നിധിയിൽ സംസർഗം അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുന്നതായി നമുക്ക് കാണുന്നതിന് സാധിക്കും. പിതാക്കന്മാർ സമയവും ക്രമവും നിശ്ചയിച്ചു തന്നിരിക്കുന്ന സഭാംഗങ്ങളായി നമുക്ക് പ്രാർത്ഥിക്കാനേ സമയമില്ല എന്നുള്ള ദുര്യോഗം പലപ്പോഴും നമുക്ക് വന്നു ഭവിക്കുന്നു എന്നുള്ളത് സങ്കടകരമാണ്. പ്രാർത്ഥനയില്ലാത്ത ശുശ്രൂഷയില്ലാത്ത പ്രാർത്ഥനയും അർത്ഥശൂന്യമാണ്. ചില നല്ല പതിവുകൾ നമുക്ക് പലപ്പോഴും കൈമോശം വന്നിരിക്കുന്നു. അപ്പോസ്തലന്മാർ സമയം വേർതിരിച്ച് പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു എന്നുള്ളത് നമുക്ക് മാതൃകയാക്കേണ്ടതാണ്.
പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, ഏത് സമയത്തും എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുകയില്ലേ? ഈ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ചോദിക്കുകയും ഈ ചോദ്യങ്ങൾ കേൾക്കുന്നവരെ കാണുകയും ചെയ്യുന്ന ഒരു കാലമാണിത്. എന്നാൽ നല്ല പതിവുകൾ കൈമോശം വരുമ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള താല്പര്യം നഷ്ടപ്പെടുകയും സമയമില്ല എന്ന അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ച 2 ദിവസം നമ്മുടെ ദയറായിൽ താമസിക്കുന്നൊരു അവസരം എനിക്ക് ലഭിച്ചു. എല്ലാ യാമപ്രാർത്ഥനകളിലും പങ്കെടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയായും അനുഗ്രഹമായും അനുഭവിക്കുന്ന സാധിക്കുന്നു എന്ന് ഒരു ജീവിതാനുഭവം പറയട്ടെ. അപ്പോസ്തലന്മാർ 9 മണി നേരത്ത് പ്രാർത്ഥനയ്ക്ക് പോകുന്നു. രാവിലെ 6 മണി മുതലാണ് ഓരോ മണിക്കൂർ കണക്കാക്കുന്നത്. അപ്പോൾ 9 മണി നേരം എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഉള്ള പ്രാർത്ഥനാ സമയമാണ്. അവർ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴാണ് അവിടെ ഉള്ള ഒരു മനുഷ്യനെ കാണുന്നത്. അപ്പോസ്തോലിക് വിഷൻ, അപ്പോസ്തലന്മാരുടെ കാഴ്ച, അപ്പോസ്തലന്മാരുടെ ശ്രദ്ധ, അത് പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടതാണ്. 4-ാം വാക്യം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: പത്രോസ് യോഹന്നാനോടുകൂടെ അവൻ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. പീറ്റർ ലുക്ഡ് intensely at him and as did John and said, look at us. കർത്താവിൻ്റെ കണ്ണോടെ ലോകത്തെ കാണുന്നവനാണ് അപ്പോസ്തലൻ. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ അത്ര സുന്ദരമല്ലാത്ത ഒരു കാഴ്ച അവർ ദർശിക്കുന്നു. ആളുകൾ പലരും ഇവരെ കടന്നു പോകുന്നുണ്ട്. ചിലർ ഭിക്ഷ കൊടുക്കുന്നുണ്ട്, ചിലർ അവനെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. എന്നാൽ അപ്പോസ്തലന്മാർ അവനെ ശ്രദ്ധിക്കുന്നു, ഞങ്ങളെ ഉറ്റുനോക്കൂ എന്ന് പറയുന്നു. കർത്താവ് അങ്ങനെയാണ്. പലരും ശ്രദ്ധിക്കാത്ത കാഴ്ചകളെ ശ്രദ്ധിച്ച് ആവശ്യങ്ങളിൽ പ്രതികരിക്കുന്നവനാണ്. കർത്താവ് പുരുഷാരത്തോടൊപ്പം യാത്ര ചെയ്തപ്പോഴാണ് ഭർത്തിമായി അവിടെ ഇരിക്കുമ്പോൾ അവൻ ശബ്ദമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരും പുരുഷാരവും അവനോട് പറയുന്നുണ്ട്, മിണ്ടരുത്, ഈ സമയത്ത് ശബ്ദമുണ്ടാക്കാനുള്ള സമയമല്ല. എന്നാൽ എല്ലാവരുടെയും പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോഴും അവനെ ശ്രദ്ധിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. സഖായി കർത്താവിനെ കാണണമെന്നേ താല്പര്യപ്പെട്ടുള്ളൂ. കർത്താവ് തന്നെ കാണരുതെന്ന് വിചാരിച്ച് കാട്ടത്തിയൽ മറഞ്ഞിരുന്നവനാണ്. എന്നാൽ ആരും ശ്രദ്ധിക്കാത്ത സഖായിയെ കർത്താവ് ശ്രദ്ധിക്കുകയും, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കും, നിൻ്റെ കൂടെ വന്ന് പ്രാർക്കും, അങ്ങനെ അവനെ കൂട്ടായ്മ ബന്ധത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ വൈകല്യമുള്ള മനുഷ്യനെ ഭിക്ഷാടനത്തിനായി ഉപയോഗിക്കുന്നവർ, മനുഷ്യൻ്റെ വൈകല്യത്തെ ചൂഷണം ചെയ്ത് നേട്ടമുണ്ടാക്കുന്ന ഒരു സമൂഹമാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ മനുഷ്യൻ്റെ വൈകല്യത്തെയും ബലഹീനതയെയും ആഘോഷിച്ച് നേട്ടമുണ്ടാക്കുന്നു. പലപ്പോഴും പലരുടെയും ജീവന് തന്നെ ഇത് അപകടമുണ്ടാക്കുന്നു. ഇവിടെ കുറേ ആളുകൾ ഈ മുടന്തനായ മനുഷ്യനെ
സുന്ദരമെന്ന് പറയുന്ന ദേവാലയ ഗോപുരത്തിൽ കൊണ്ടിരുത്തി അവനെ ഒരു ഭിക്ഷാടന റാക്കറ്റിൻ്റെ ഭാഗമാക്കി തീർത്ത് അവനാൽ ലാഭമുണ്ടാക്കുന്ന കുറേ ആളുകളുണ്ട്. സുന്ദരമെന്ന് പറയുമ്പോൾ ഈ സൗന്ദര്യത്തെ, ഈ സുന്ദരത്തെ വികലമാക്കുന്ന ഒരു ഭിക്ഷാടന റാക്കറ്റിൻ്റെ ഭാഗമായി ഈ മനുഷ്യൻ നമുക്ക് കാണുന്നുണ്ട്. ലെസ് സ്കിൽഡ് ഈസ് ഔട്ട് സ്കിൽഡ്. നിസ്സഹായത അനുഭവിക്കുന്ന ലോകത്തിൻ്റെ മധ്യത്തിൽ എങ്ങനെയാണ് അപ്പോസ്തലന്മാർ പ്രതികരിക്കുന്നത്? ഞങ്ങളെ നോക്കൂ. ലുക്ക് അറ്റ് us. കർത്താവിൻ്റെ കണ്ണിലൂടെ ലോകത്തെയും ആവശ്യങ്ങളെയും കാണുന്നതിന് സാധിക്കുമ്പോഴാണ് അത് അപ്പോസ്തോലികമായി തീരുന്നത്, കർത്താവിൻ്റെ സഭയായി തീരുന്നത്. ഈ മാരാമൻ കൺവെൻഷനിൽ യാചകർ ധാരാളം ഉണ്ടായിരുന്നപ്പോൾ ഈ വചനം കേട്ട ജനം പറഞ്ഞു, നിങ്ങളിവിടെ യാചിച്ച് ഇരിക്കേണ്ടവരല്ല. ഈ വചനം കേട്ട ജനങ്ങളുടെ പ്രവർത്തന ഫലമായാണ് യാചകരെ അധിവസിപ്പിക്കുന്നതിന് മന്ദിരങ്ങൾ തുടങ്ങുവാൻ ഇടയായത് എന്നുള്ളത് വചന കേൾവി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ദൈവം സഹായിച്ച ഉദാഹരണങ്ങളാണ്. സാധു കൊച്ചിഞ്ഞി ഉപദേശിയും പി വി തൊമ്മ ഉപദേശിയും ഒക്കെ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ആവശ്യമുള്ള ജനങ്ങളെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും രോഗങ്ങളിൽ, ദുരിതങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാൻ തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചവരുമാണ്. ഇവിടെ അപ്പോസ്തലന്മാർ പറയുകയാണ്, എന്താണ് യഥാർത്ഥ നിധി? 5-ാം വാക്യം പ്രകാരമാണ്, അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. മനുഷ്യൻ ആൻഡ് ഹി ഫിക്സ്ഡ് ഹിസ് അറ്റൻഷൻ ഓൺ ദം, എക്സ്പെക്റ്റിംഗ് ടു റിസീവ് സംതിങ് ഫ്രം ദം. മനുഷ്യൻ ഭിക്ഷയാചിക്കുന്നു, സൂക്ഷിച്ചു നോക്കുന്നു, എന്തെങ്കിലും കിട്ടണമെന്ന് താല്പര്യപ്പെടുന്നു. പണമോ പൊന്നോ വെള്ളിയോ സൂക്ഷിച്ചു നോക്കുന്നു. പൊന്നും വെള്ളിയും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ ഇല്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയിർത്താവൻ വാനലോകമതിൽ ചെന്നു, സാധുവെന്നെയോർത്തു നിത്യം സാധനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. Church is not defined by what it owns, but whom it owns. എന്തൊക്കെ വസ്തുവകകൾ, എന്തൊക്കെ സമ്പത്ത് ഉണ്ട് എന്നുള്ളതല്ല, ആരാണ് സമ്പത്തായിട്ടുള്ളത് എന്നുള്ളതാണ് ചർച്ചിൻ്റെ പ്രത്യേകത. ഇവിടെ അവർ പറയുന്നു, പൊന്നും വെള്ളിയും എനിക്കില്ല, എനിക്കുള്ളത്, എൻ്റെ സമ്പത്ത്, ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾ നിനക്ക് തരുന്നു. കർത്താവിനെയും കർത്താവിൻ്റെ സൗഖ്യത്തെയും അവന് കൊടുക്കുന്നു. അപ്പോസ്തലന്മാർ അവൻ ചോദിച്ചതല്ല, അവൻ്റെ ആവശ്യം മനസ്സിലാക്കി അവനോട് പ്രതികരിക്കുന്നു. എന്താണ് കർത്താവിൻ്റെ ഉപദേശം? കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ദൗത്യത്തിനായിട്ട് അയക്കുമ്പോൾ പറയുന്നു, മടിശീലയോ വടിയോ പൊക്കണമോ സഞ്ചിയോ ഒന്നുമല്ല എടുക്കേണ്ടത്,
രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. എന്താണ് സുവിശേഷം? ക്രിസ്തുവാണ്, കർത്താവാണ്. അതിനാണ് മുൻഗണന. മുടന്തൻ ആവശ്യപ്പെട്ടത്, അവൻ ആഗ്രഹിച്ചത് കുറച്ച് പണം, അല്ലെങ്കിൽ അവന് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ. എന്നാൽ അപ്പോസ്തലന്മാർ നൽകുന്നത് കർത്താവിനെയും അവൻ്റെ സൗഖ്യത്തെയുമാണ്. നമ്മുടെ പ്രശ്നം ജനങ്ങൾക്ക് താല്പര്യമുള്ളത് കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് താല്പര്യമുള്ളത് കൊടുക്കുന്നതിലല്ല, കർത്താവിനെ കൊടുക്കുന്നതിലാണ്. പുറപ്പാട് പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. മോശ മിസ്രൈം ദേശത്ത് നിന്ന് കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ നയിച്ചു കൊണ്ടുവരികയാണ്. അവിടെ ദൈവ സംസർഗത്തിനായി മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോകുന്നു. എന്താണ് ഈ ജനം ആചരിക്കേണ്ട നിയമങ്ങൾ, കൽപ്പനകൾ? എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? എങ്ങനെയാണ് സമാഗമന കൂടാരം പണിയേണ്ടത്? ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റ്, അതിൻ്റെ നിയമങ്ങൾ, നിയമാവലികൾ ദൈവം മോശയ്ക്ക് നൽകിക്കൊടുക്കുമ്പോൾ കുറേ താമസിച്ചു പോയി. ജനം പറഞ്ഞു, ഞങ്ങളെ ഇതുവരെ നടത്തിക്കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് സഹോദരനായ അഹരോനോട് ജനം വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ നടത്തുവാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരണം. അഹരോൻ പറയുന്നു, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ ആഭരണങ്ങൾ, സ്വർണം എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവർ കൊണ്ടുവന്ന് കൊടുത്തു. അവൻ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി, എന്നിട്ട് അവർക്ക് കൊടുത്തു. അവർ പറഞ്ഞു, ഇതാ നിന്നെ മിസ്രയീമിൽ നിന്ന് ഇതുവരെ കൊണ്ടുവന്ന യഹോവ നീയാണ്. ജനം അവരുടെ ഈ വിഗ്രഹത്തിൻ്റെ മുന്നിൽ ആരാധിക്കുവാനും പാടുവാനും ആഘോഷിക്കുവാനും തുടങ്ങി. എന്താണോ യഹോവ കൽപ്പിക്കുന്നത്, ഞാനല്ലാതെ ഒരു അന്യദൈവം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല, ഒരു വിഗ്രഹത്തെ നീ ഉണ്ടാക്കരുത്. ഇത് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് യഹോവ മോശയ്ക്ക് നൽകുമ്പോൾ ജനം ആവശ്യപ്പെട്ടതാണെന്ന് പറഞ്ഞതുകൊണ്ട് ജനത്തിൻ്റെ ഇഷ്ടം അഹരോൻ കൽപ്പിച്ചു കൊടുക്കുന്നു, ഉണ്ടാക്കി കൊടുക്കുന്നു. ദൈവം ജനത്തെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നിഷേധിക്കുന്നു. അപ്പോൾ മോശ താഴെ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, മോശ വളരെ കോപാകുലനായിത്തീരുന്നു. ദൈവം കൽപ്പിച്ചു കൊടുത്ത കൽപ്പനകളെ ഉടച്ചു കളയുന്നു. ഈ വിഗ്രഹത്തെ ചുട്ട് ചാമ്പലാക്കി പൊടിയാക്കി വെള്ളത്തിൽ കലക്കി ഈ ജനത്തെ കൊണ്ട് കുടിപ്പിക്കുന്നു. ജനം ആഗ്രഹിക്കുന്നതല്ല, എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നൽകുകയാണ് സഭയുടെ ദൗത്യം, അപ്പോസ്തലന്മാരുടെ ദൗത്യം. ബെത്സൈദ കുളക്കടവിൽ പക്ഷപാതക്കാരനായ മനുഷ്യൻ കിടന്നപ്പോൾ കർത്താവ് അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, യജമാനനെ, ദൂതൻ വന്ന് വെള്ളം കലക്കുമ്പോൾ എന്നെ ഈ കുളത്തിൽ ഇറക്കുവാൻ ആരുമില്ല, അതുകൊണ്ടാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ അവൻ ആഗ്രഹിക്കുന്നത്, ഈ ദൂതൻ വന്ന് വെള്ളം കലക്കുന്ന സമയത്ത് ആദ്യം എന്നെ ഇറങ്ങുവാനൊരു സഹായമാണ് ആവശ്യം. എന്നാൽ കർത്താവ് അവൻ ചോദിച്ചതല്ല നൽകുന്നത്, അവന് പൂർണ്ണ സൗഖ്യം നൽകി അവനെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്.
ദൈവം ജനത്തെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു അത് നിവർത്തിക്കുകയാണ് സഭയുടെ ദൗത്യം. ആവശ്യമറിഞ്ഞ് പൂർണ്ണതയിലേക്ക് വഴി നടത്തുക. ചോദിക്കുന്നു നൽകി ആധ്യാത്മികതയിൽ സ്വന്തം പേരെടുക്കുന്നവർ അനേകരുണ്ട്. എന്നാൽ യേശുവാണ് സമ്പത്ത് എന്ന് തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് അവനെ പകരുകയാണ് സഭയുടെയും അപ്പോസ്തലന്മാരുടെയും ദൗത്യം. എബ്രായ ലേഖനകർത്താവ് മോശയെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൾ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും ഇസ്രായേലിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. ആരെയാണ് ധനമായി കാണുന്നത്, അവിടെയാണ് ആരാധനയുണ്ടാകുന്നത്. ക്രിസ്തുവാകുന്ന ധനം നമുക്കില്ലാതെ പോകുമ്പോഴാണ് ആരാധനയ്ക്ക് താല്പര്യമില്ലാത്തതും അർത്ഥമില്ലാത്തതായി തോന്നുന്നു. ക്രിസ്തുവാണ് സൗഖ്യം നൽകിയത്. ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അപ്പോസ്തലന്മാർ ഈ മുടന്തിനെ സൗഖ്യം നൽകുന്നത്. ക്രൈസ്റ്റ് ഈസ് വൂണ്ടഡ് ഹീലർ. മുറിവേറ്റ സൗഖ്യദായകനാണ് ക്രിസ്തു. എന്താണ് സംഭവിച്ചത് എന്ന് അപ്പോസ്തലന്മാർ തന്നെ ഈ ജനത്തോട് പിന്നീട് പറയുന്നുണ്ട്. 16-ാം വാക്യത്തിൽ അവർ വിശദമാക്കുന്നു: അവൻ്റെ നാമത്താൽ, നാമത്തിൻ്റെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. ഇതാണ് അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം. അവൻ്റെ നാമമാണ്, ക്രിസ്തുവിൻ്റെ നാമമാണ് ഈ മുടന്തനായ മനുഷ്യനെ സൗഖ്യം നൽകുവാൻ കാരണമായി തീർന്നത്. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളുടെയും രോഗസൗഖ്യത്തിൻ്റെയും ക്രെഡിറ്റ് സ്വന്തമായി ഏറ്റെടുക്കരുത്. കർത്താവാണ് സൗഖ്യം നൽകുന്നത്. അവൻ്റെ നാമത്തിലാണ് ശുശ്രൂഷകൾ ചെയ്യുന്നത്. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ, പൂവിൽ ഞങ്ങൾക്കല്ലവാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. ഭൂവിൽ ഞങ്ങൾക്കല്ലവാനവനെ വാഴ്വിനായി മാത്രം തീരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമാ തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. ദൈവനാമ മഹത്വത്തിനാണ് എല്ലാ ശുശ്രൂഷകളും സഭയായാലും അപ്പോസ്തലന്മാരായാലും ചെയ്യുന്നത്. മാമോദീസ ഏറ്റവരെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ മുദ്രയേറ്റവരാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ മശിഹ, മശിഹ എന്നാൽ അഭിഷിക്തൻ. ക്രിസ്ത്യാനി ക്രിസ്തുവിൽ അഭിഷേകം പ്രാപിച്ചവരാണ്. കർത്താവിൻ്റെ നാമത്തിലാണ്, തൃത്വത്തിൻ്റെ നാമത്തിലാണ് സഭ എല്ലാ ശുശ്രൂഷകളും പൂർത്തീകരിക്കുന്നത്. ഒരു പേരിൽ എന്തിരിക്കുന്നു? ഒരു സൂഫി കഥ ഇപ്രകാരമുണ്ട്. ഒരു ഗുരുവിനോട് ഒരു പണ്ഡിതൻ വന്ന് ചോദിച്ചു, പേരെന്തായാലും എന്താ? ഒരു പേരിൽ എന്താണ് ഇത്ര പ്രത്യേകത? ആ ഗുരു പണ്ഡിതനെ കഴുത എന്ന് വിളിച്ചു. എല്ലാവരും സ്തബ്ധരായിപ്പോയി. ഈ പണ്ഡിതനെ അങ്ങനെ വിളിക്കാമോ? ഈ പണ്ഡിതനും പ്രതീക്ഷിക്കാത്ത ഈ വാക്ക് കേട്ടപ്പോൾ പ്രയാസമുണ്ടായി.
ഗുരു പറഞ്ഞു, ഒരു ഹീനമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു മൃഗത്തിൻ്റെ പേർ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രയാസമുണ്ടായോ? പേരിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കർത്താവിൻ്റെ നാമം വളരെ പ്രധാനപ്പെട്ടതാണ്. ജോസഫിനോട് ദൂതൻ വന്ന് പറയുന്നത്, അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുകൊണ്ട് അവനെ നീ യേശു എന്ന് പേരിടണം. പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനായ കർത്താവാണ് യേശു. യേശുവിൻ്റെ നാമം, ക്രിസ്തുവിൻ്റെ നാമം വളരെ പ്രധാനപ്പെട്ടതാണ്. സഖറിയ പുരോഹിതനോട് ധൂപം കാട്ടുന്ന സമയത്ത് ദൂതൻ വന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിനക്കൊരു മകനെ ലഭിക്കുമെന്ന് പറയുമ്പോൾ അവനെ നീ യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് അവനെ പേരിടുന്ന സമയത്ത് ഊമനായിരുന്നുവെങ്കിലും അവൻ യോഹന്നാൻ എന്ന് പേരെഴുതി അവൻ്റെ നാവും വായും തുറക്കുന്നത്. പേര് പ്രധാനപ്പെട്ടതാണ്. കർത്താവിൻ്റെ നാമത്തിലാണ് ഈ രോഗസൗഖ്യം ലഭിച്ചത്. അല്ലെങ്കിൽ കർത്താവാണ് ഈ മുടന്തനെ സൗഖ്യം നൽകിയിരുന്നത്. അടുത്തതായി നാം കാണുന്നത് മിഷൻ ഫ്രം ഗേറ്റ് ടെമ്പിൾ. വഴിയിലിരുന്നവനെ തന്നോടൊപ്പം ആരാധിക്കുന്നതിനായി തീർക്കുന്നതാണ് ക്രിസ്തീയ ദൗത്യം. 8-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: അവൻ കുതിച്ചെഴുന്നേറ്റു, നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് അവരോടുകൂടെ ആരാധനയ്ക്കായി പോകുന്നു. ഹി entered the temple with them, walking and leaping and praising God. കൂടെ കൂടുന്നവരെ തന്നോടൊപ്പം ആരാധനയ്ക്ക് പങ്കാളിയാക്കുന്നതാണ് ക്രിസ്തീയ ദൗത്യം. മുടന്തനായ മനുഷ്യൻ ആഗ്രഹിച്ചത് കുറച്ച് പണമാണെങ്കിൽ അവന് നൽകുന്നത് കർത്താവിലുള്ള സമൃദ്ധമായ ജീവനാണ്. അപ്പോസ്തലന്മാരോടൊപ്പം കർത്താവിനെ ആരാധിപ്പാൻ അവർ സൗഖ്യദായകൻ അവനെ പ്രാപ്തനാക്കി തീർക്കുന്നു. കർത്താവിൻ്റെ വാക്കും അതുതന്നെയാണ്: ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിനെ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവിനോട് കൂടെ ആയിരിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ച് സഭയായി തൻ്റെ ശുശ്രൂഷയ്ക്ക് യോഗ്യരാക്കി തീർത്തത് എന്ന് വേദപുസ്തകം നമ്മളെ സാക്ഷിക്കുന്നു. ദേവാലയത്തിൽ അവൻ ഈ പത്രോസിനോടും യോഹന്നാനോടും കൂടെ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ അവനെ തിരിച്ചറിയുന്നുണ്ട്. ദേവാലയത്തിൽ ആരാധനക്കാർ പരസ്പരം തിരിച്ചറിയുന്നതും കൂട്ടായ്മ ആചരിക്കുന്നതുമാണ് ആരാധനയുടെ പ്രത്യേകത. 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ജനമൊക്കെയും കണ്ടു, ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ചുകൊണ്ട് ഇരുന്നവനെന്ന് അറിഞ്ഞ് അവനെ സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായിത്തീർന്നു. And they recognize him as the one who used to sit and ask for alms at the beautiful gate of the temple. And they were filled with wonder and amazement at what had happened to him. ആരാധനയിൽ കൂട്ടായ്മയിൽ
പരസ്പരം തിരിച്ചറിയുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. നവോമിയുടെ കുടുംബം മോവാബിലേക്ക് പോയി അവിടെ ഭർത്താവും മക്കളും നഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോൾ ബേത്ലഹേമിലെ ആളുകൾ നവോമിയെ തിരിച്ചറിയുന്നുണ്ട്, അവരുടെ കൂട്ടായ്മയിലേക്ക് വീണ്ടും ചേർക്കുന്നുണ്ട്. നമ്മുടെ നവോമിയല്ലയോ ഇത് എന്നവർ ചോദിക്കുന്നു. പരസ്പരം കൂട്ടായ്മ ആചരിക്കുവാനും കൂട്ടായ്മയിലേക്ക് തിരിച്ചു ചേർക്കുവാനും സാധിക്കുമ്പോഴാണ് സൗഖ്യം പൂർണ്ണമായി തീരുന്നത്. ഗേറ്റ് ടു ടെമ്പിൾ, മാർജിൻ ടു മെമ്പർഷിപ്പ്. കപ്പദോഷ്യൻ പിതാവായ സെൻറ്റ് ബേസിൽ കുഷ്ഠരോഗികളെ അവരെ കൂട്ടായ്മയിൽ ചേർക്കുന്നതിന് വേണ്ടി പള്ളിയിൽ താമസിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവന പ്രകാരമാണ്, ദേ ആർ നോ ലോങ്ങർ ലെപ്പേഴ്സ് ബട്ട് ബ്രദേഴ്സ്. അവർ ഇനി വെറും കുഷ്ഠരോഗികളല്ല, നമ്മുടെ സഹോദരങ്ങളാണ്. അപ്പോസ്തോലിക് മിനിസ്ട്രി എന്ന് പറയുന്നത് തിരികെ കമ്മ്യൂണിറ്റിയിലേക്ക് ചേർന്ന് ആ കമ്മ്യൂണിറ്റിയുമായി ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. ഈ കൂട്ടായ്മയിൽ അലിഞ്ഞ് ഒരുമിച്ച് ആരാധിക്കുന്നതാണ്. അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയൻറ്റിസ്റ്റ് ആയിരിക്കുന്ന ഡാൻ സീഗൽ ഹ്യൂമൻ ഇവല്യൂഷനിലെ മൈൻഡ് ഡെവലപ്പിനെ കുറിച്ച് പല സ്റ്റേജസ് പറയുന്നുണ്ട്. റാപ്റ്റൽ ബ്രെയിൻ, ഇഴജന്തുക്കളുടെ ബുദ്ധി, അതിൻ്റെ വികാസത്തിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, ഒന്നുകിൽ ഒരു പ്രയാസം വന്നാൽ എതിർത്തിടാൻ നോക്കും, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ നോക്കും. അതിനേക്കാൾ അപ്പുറമായി അതിലൊന്നുമില്ല. പിന്നെയുള്ളത് മമേലിയൻ ബ്രെയിൻ എന്നുള്ള അവസ്ഥയാണ്. അതിന് ഇമോഷൻസ് ഉണ്ട്, സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്, റീപ്രൊഡക്ഷൻ ഉണ്ട്, അതിനുള്ള ഇമോഷൻസൊക്കെ ഉണ്ട്. ചില ജീവികൾ സ്നേഹം കാണിക്കും, വാത്സല്യം അനുഭവിക്കും, അത്രയേ ഉള്ളൂ. അടുത്തത് കോർട്ടക്സ് ഡെവലപ്മെൻറ്റ് എന്നുള്ള സ്റ്റേജാണ്. ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവനുസരിച്ച് സാഹചര്യങ്ങളോട് പ്രതികരിക്കും. എന്നാൽ മനുഷ്യരുടെ സ്റ്റേജിനെക്കുറിച്ച് പറയുന്നത് റീഫ്രണ്ടൽ കോർട്ടക്സ് ഡെവലപ്മെൻ്റാണ്. മനുഷ്യൻ സാമൂഹിക ജീവിയായി തീരുന്നത് അതുകൊണ്ടാണ്. മനുഷ്യൻ മനുഷ്യനായി നിൽക്കുന്നത് അവൻ കൂട്ടായ്മയിൽ സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ്. ഒരു പൈതലിനെ അപ്പനും അമ്മയും മാത്രം പോരാ, സമൂഹം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഒറ്റയാന്മാർ അപകടകാരികളാണെന്ന് പലപ്പോഴും പറയുന്നത്. കർത്താവ് സൗഖ്യമാക്കിയ ആളുകളുടെ എല്ലാം അവരായിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ ഭാഗമായി ചേർന്ന് ജീവിക്കാനാണ് പറയുന്നത്. ലഗ്യോൻ ബാധിച്ച ഭൂതബാധിതനെ സൗഖ്യമാക്കിയപ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭവനത്തിൽ പോയി അവരോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ സൗഖ്യം നൽകിയപ്പോൾ തങ്ങളോടുകൂടെ ആരാധനയുടെ ഭാഗമാക്കി തീർക്കുന്ന ജീവിത സാഹചര്യത്തെയാണ് കാണുന്നത്. സൗഖ്യമാക്കിയവൻ, സമൂഹത്തിൽ രക്ഷപ്രാപിച്ചവൻ ഒറ്റയായി നിൽക്കുന്നതിനല്ല, അവൻ സമൂഹത്തിൻ്റെ ഭാഗമായി, കൂട്ടായ്മയുടെ ഭാഗമായി നിലനിൽക്കുമ്പോഴാണ് സൗഖ്യം പൂർണ്ണമാകുന്നതും സൗഖ്യത്തിൻ്റെ അന്തസത്ത അവന് ലഭിക്കുവാൻ ഇടയായിത്തീരുകയും ചെയ്യുന്നത്.
കർത്താവിൽ പ്രിയരെ, അപ്പോസ്തലന്മാരുടെ യാത്ര, അപ്പോസ്തലന്മാരുടെ ജീവിതശൈലി, സഭ എങ്ങനെയായിരിക്കണമെന്ന് നാം ധ്യാനിച്ച ഭാഗത്തിൽ വിവരിക്കുന്നു. അപ്പോസ്തോലിക് ജേണി റൂട്ടഡ് ഇൻ പ്രയർ, അത് പ്രാർത്ഥനയിൽ അടിസ്ഥാനപ്പെട്ടതാണ്. അപ്പോസ്തലന്മാർ സീയിങ് തിങ്സ് ത്രൂ ദ ഐസ് ഓഫ് ജീസസ്, യേശുവിൻ്റെ കണ്ണോടുകൂടെ കാര്യങ്ങളെ കാണുന്നു. ജീസസ് ഈസ് ദ ട്രൂ ട്രഷർ, യേശുവാണ് യഥാർത്ഥ ധനം, യഥാർത്ഥ സമ്പത്ത്. മിഷൻ എന്ന് പറയുന്നത് റിസ്റ്ററേഷൻ ഓഫ് പീപ്പിൾ ഫോർ ദ വർഷിപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി ലിവിങ്. സഭ പരസ്പരം തിരിച്ചറിയുന്നതിനും പരസ്പരം കൂട്ടായ്മ ആചരിക്കുന്നതിനുള്ള മേഖലയാണ്. അപ്പോസ്തോലിക് പാറ്റേൺ എന്ന് പറയുന്നത് പ്രയർ സാങ്ക്ടിഫൈഡ് ടൈം, പ്രാർത്ഥന സമയത്തെ വിശുദ്ധീകരിക്കുന്നു. വിഷൻ സാങ്ക്ടിഫൈ സൈറ്റ്, ദർശനം കാഴ്ചകളെ വിശുദ്ധീകരിക്കുന്നു. ട്രഷർ സാങ്ക്ടിഫൈ പവർ, ക്രിസ്തുവാകുന്ന ധനം സകല ശക്തികളെയും വിശുദ്ധീകരിക്കുന്നു. മിഷൻ സാങ്ക്ടിഫൈ കമ്മ്യൂണിറ്റി, ദൗത്യം സമൂഹത്തെ വിശുദ്ധീകരിക്കുന്നു. പ്രാർത്ഥനയിൽ നിന്ന് ആരംഭിച്ച് കർത്താവിൽ അടിസ്ഥാനപ്പെട്ട ജീവിതത്തോടെ സമൂഹത്തിൻ്റെ ഭാഗമായി കൂട്ടായ്മ ആചരിപ്പാൻ കർത്താവ് നമ്മളെ വെല്ലുവിളിക്കുന്നു. ഈ വെല്ലുവിളി സ്വീകരിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ജീവിപ്പാൻ, ശുശ്രൂഷ ചെയ്യിപ്പാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.